ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുവചനം. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവന് തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഫലമേൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുക. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാനോ അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാനോ സാധിക്കുകയില്ല. നിന്റെ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായ മോചനവും, ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എല്ലാ മോചനവും രക്ഷയും യേശു ക്രിസ്തുവിലാണ്. ഈശോ മിശിഹ നിനക്ക് വേണ്ടി അവിടുന്ന് വാതിൽ തുറന്നു തരും. അവിടുത്തോടൊപ്പമായിരിക്കുവാൻ അവിടുന്ന് അനുവദിക്കും. അവൻ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും കെട്ടുകളും അവനിൽ നിന്ന് അകറ്റിക്കളയും. അവനിൽ ആശ്രയിക്കുമ്പോൾ അവൻ എന്നും നമുക്ക് രക്ഷയാണ്. അവൻ എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുന്നവനാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈശോയിൽ ചേർന്നണയാം, അവിടുത്തോടു കൂടി ആയിരിക്കാം. അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു, അവൻ നമ്മളെ പരിപാലിക്കുന്നു, അവൻ നമ്മളെ രക്ഷിക്കുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മേലും ഈ വചനത്തിൻ്റെ അഭിഷേകം വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിലൂടെ അനേകരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുവാനും ഒരേ കണ്ണുകളുടെ അന്ധത മാറുവാനും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുവാനും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.